कुंज बिहारी गिरिवरधारी जयभृति जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुन तीरावनचारि यमुन तीरावनचारि राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रजजन रंजन यशोदानंदन व्रजजन रंजन यमुन तीरा वनचारि यमुन तीरा वनचारि जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यमुन तीरा वनचारि जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभुपादा जय प्रभुपादा प्रभुपादा श्रील प्रभुपादा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवम श्री राधा कृष्ण पादान
സഹഗണലളിതാ ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന 14-ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. മൂന്ന് ഗുണങ്ങളിൽ ഓരോ ഗുണത്തിന്റെയും വിശേഷതകൾ എന്താണ്, എപ്രകാരമാണ് അത് ജീവാത്മാക്കളെ ഈ ഭൗതിക ലോകത്തില് ബന്ധിച്ചിടുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ശ്ലോകം 9. സത്വം സുഖേ സഞ്ജയതി രജകർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ജയത്യുതാ. സത്വം സുഖേ സഞ്ജയതി രജകർമ്മണി ഭാരത ജ്ഞാനം ആവൃത്യ തു തമഃ പ്രമാദേ സഞ്ജയത്യുതാ. സത്വം സുഖേ സഞ്ജയതി രജകർമ്മണി ഭാരത ജ്ഞാനം ആവൃത്യ തു തമഃ പ്രമാദേ സഞ്ജയത്യുതാ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. സത്വം സുഖേ സഞ്ജയതി രജാ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ജയത്യുത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സത്വം സുഖേ സഞ്ജയതി രജാ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ജയമത്യുത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. സത്വം സുഖേ സംജയതി രജാ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ജയത്യുത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 9. സത്വം സുഖേ സംജയതി രജാ കർമ്മണി ഭാരത ജ്ഞാനമാവൃത ആവൃത്യ തമഃ പ്രമാദേ സഞ്ജയത്യുത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. സത്വം സുഖേ സംജയതി രജാ കർമ്മണി ഭാരത ജ്ഞാന ആവൃത്യ തമഃ പ്രമാദേ സഞ്ജയത്യുത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 9. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സത്വം സുഖേ സംജയതി രജാ കർമ്മണി ഭാരത ജ്ഞാനമാവൃതതു തമഃ പ്രമാദേ സഞ്ജയത്യുത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശിലാപ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. ഭാരത, അല്ലയോ ഭാരതപുത്ര, സത്വം സത്വഗുണം സുഖേ സഞ്ജയതി ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുന്നു. രജഹ രജോ ഗുണം കർമ്മണി കാമ്യകർമ്മങ്ങളെ കൊണ്ട് ബന്ധിക്കുന്നു. ജ്ഞാനം ആവൃത്യ ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമഹാത്തു തമോ ഗുണമാകട്ടെ പ്രമാദേ ഉന്മാദം കൊണ്ട് സഞ്ജയതി ഒരാളെ ബന്ധിക്കുന്നു. ഇതി ഉദഹ എന്ന് പറയപ്പെടുന്നു. അല്ലയോ ഭാരതപുത്ര, സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുന്നു. രജോ ഗുണം കാമ്യകർമ്മങ്ങളെ കൊണ്ട് ബന്ധിക്കുന്നു. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ട് ഒരാളെ ബന്ധിക്കുന്നു എന്ന് പറയപ്പെടുന്നു.
ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥം തുടങ്ങുന്നത് തന്നെ വിവിധ തരത്തിലുള്ള വിജ്ഞാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന തത്വചിന്തകര്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാര്, അല്ലെങ്കിൽ പ്രൊഫസർമാര്, സയന്റിസ്റ്റ്, അവര് എല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളില് അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ യോഗ്യതയില് എപ്രകാരമാണോ അവര് സംതൃപ്തരായിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തികള് അവരവരുടെ ആ പ്രവർത്തനങ്ങളിലും അതുപോലെ ബുദ്ധിപരമായിട്ടുള്ള നേട്ടങ്ങളിലും എല്ലാത്തിലും തൃപ്തരാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ ഒരു തൃപ്തി എന്ത് സംഭവിക്കുന്നു? അവരെ ഈ ഭൗതിക ലോകത്തില് ബന്ധിക്കുന്നു. അപ്പോ എങ്ങനെയാണ് അവര് സുഖം കൊണ്ട് ഈ അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് അവരിവിടെ ബന്ധിച്ചിടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വളരെ സന്തോഷവാന്മാരാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഉള്ള ആ പ്രയാസങ്ങള്, ഭൗതികമായിട്ടുള്ള പ്രയാസങ്ങള് ഒന്നും തന്നെയില്ല. ഒരു സുഖലോലുപരാണ്. അപ്പോ അവര് ആ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അറിയുന്നില്ല. അപ്പൊ ബുദ്ധിമുട്ടുകൾ അറിയാത്തൊരവസരത്തിൽ എന്ത് പറ്റും? അവർ ഭഗവാനെ ഓർക്കില്ല. കുന്തി ദേവി പറഞ്ഞതുപോലെ ശാശ്വത് തത്ര തത്ര ജഗത്ഗുരു. എനിക്ക് വീണ്ടും വീണ്ടും ഇനി കഷ്ടപ്പാടുകൾ തരും. എന്തിനാ കഷ്ടപ്പാടുകൾ തരുന്നത്? കാരണം കഷ്ടപ്പാടുകൾ വരുമ്പോ പൊതുവെ നമ്മളെല്ലാവരും ഭഗവാനെ ഓർക്കും. കാരണം ഡോക്ടർമാരൊക്കെ പറയുന്ന പോലെ നമുക്ക് വേണ്ടത് കഴിവിന്റെ പരമാവധി ചെയ്തു, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഡോക്ടർമാർ പറയും, വലിയ വലിയ ഡോക്ടർമാർ പോലും. അപ്പൊ അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഈ കഷ്ടപ്പാടുകൾ വരുമ്പോ ഒരു തരത്തിലും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ നമ്മളെല്ലാവരും ഭഗവാനെ വിളിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് കുന്തി ദേവിയും പറയുന്നത്, എനിക്ക് വീണ്ടും വീണ്ടും കഷ്ടപ്പാടുകൾ വരും. കാരണം കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങയെ സ്മരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അങ്ങയെ സ്മരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനാകും. അപ്പൊ അങ്ങയുടെ ദർശനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭവതോ ദർശനം യസ്യാദ് അപുനർഭവ ദർശനം. അങ്ങയുടെ ദർശനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപുനർഭവ ദർശനം, വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് ജന്മമെടുക്കേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് ദയവായി എനിക്ക് വീണ്ടും വീണ്ടും കഷ്ടപ്പാടുകളെ തരൂ എന്നാണ് കുന്തി ദേവി പറയുന്നത്. അപ്പോ ഈ സത്വഗുണത്തിലുള്ളവര് അവര് സന്തുഷ്ടരാണ് പൊതുവെ. അപ്പൊ അവർക്ക് ഭഗവാനെ ഓർക്കേണ്ട ആവശ്യവുമില്ല. അപ്പോ അങ്ങനെ ഭഗവാനെ ഓർക്കാത്ത ഒരു സന്ദർഭത്തിൽ എന്ത് പറ്റും? അവർക്ക് വീണ്ടും വീണ്ടും ശരീരം സ്വീകരിച്ചിട്ട് ഈ ഭൗതിക ലോകത്തിൽ തന്നെ വീണ്ടും സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോ അവര് മുകളിലൊന്ന് ബ്രഹ്മലോകം വരെ പോയിട്ട് വന്നിരാം, പക്ഷെ സ്വർഗലോകത്തിലേക്ക് പോയിട്ട് വരും. പക്ഷെ എന്നിരുന്നാലും വീണ്ടും ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, അവർക്ക് വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ തന്നെ വരണം. ഭൗതിക ലോകത്തിൽ വന്നിട്ട് അവര് പിന്നെ വീണ്ടും സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ അവരെ ബന്ധിച്ചിടുന്നു. ഇപ്പൊ നല്ല ഈ ജയിലുകളൊക്കെ കണ്ടിട്ടില്ലേ? VIP റൂംസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ VIP റൂം ആയാലും ശരി, സാധാരണ റൂം ആയാലും ശരി, ജയില് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ സത്വഗുണമായാലും ശരി, തമോ ഗുണമായാലും ശരി, രജോ ഗുണമായാലും ശരി, ഇത് മൂന്നും മനുഷ്യരെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിച്ചിടുന്ന കാര്യങ്ങളാണ്. ഞാൻ സത്വഗുണത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഉള്ളവരുടെ ആ പ്രയാസം അത് സത്വഗുണത്തിലുള്ളവർക്ക് ഇല്ല. എന്നിരുന്നാലും സത്വഗുണത്തിലുള്ളവരും ഈ ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും വരേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തമോ ഗുണത്തിലുള്ളവർ അല്ലെങ്കിൽ രജോ ഗുണത്തിലുള്ളവരോട് ഈ പ്രചരിപ്പിക്കാനാണ് പൊതുവെ ഭക്തന്മാർക്ക് കുറച്ച് പ്രയാസം കുറഞ്ഞത്. കാരണം അവര് കഷ്ടതകൾ അനുഭവിക്കുന്ന കാരണം അവരോട് ഭഗവാനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കേൾക്കാൻ പലപ്പോഴും തയ്യാറാകും. അതേസമയം സത്വഗുണത്തിലുള്ളവര് സുഖലോലുപരായത് കാരണം അവര് ഭഗവാനെ പറ്റി കേൾക്കാനായിട്ട് പലപ്പോഴും സമയം കണ്ടെത്താറില്ല. ഇപ്പോ ഭക്തര് പറയാറുണ്ട്, ഇപ്പൊ ജയിലിലൊക്കെ ഈ പ്രീച്ചിങ്ങിന് പോയി കഴിയുമ്പോൾ അവിടെ നല്ല അറ്റൻഡൻസ് ആണ്. കാരണം ഈ തടവുപുള്ളികൾക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. അപ്പൊ അവര് വിചാരിക്കും ശരി ഇന്ന് ഈ ക്ലാസ്സിന് ഇരുന്ന് കളയാം എന്ന് വിചാരിക്കും. അപ്പോ തടവുപുള്ളികൾ എല്ലാവരും തന്നെ ക്ലാസ്സിന് വന്നിരിക്കും.
അതേസമയം ഒരു അമ്പലത്തിലാണ് ഇപ്പൊ ഒരു പ്രീച്ചിങ്ങിന് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കുറെ വയസ്സായവർ മാത്രം ഉണ്ടാവും, അല്ലാതെ വേറെ ആരും തന്നെ അവര് വരില്ല. അത് തന്നെ വയസ്സായവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാല് മടക്കി ഇരിക്കാൻ പോലും സാധിക്കും. കാല് നീട്ടിരിക്കുന്ന നമുക്ക് പലപ്പോഴും അനുഭവമുള്ളതാണ്. അവർക്ക് കാല് നീട്ടിയിരിക്കണം, കാരണം മുട്ടിന് വേദനയൊക്കെ ആയിട്ട് അതിനെ മുടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ മാത്രമേ അവര് പോലും ഭഗവാനെ സ്മരിക്കുന്നുള്ളൂ. ഇതാണ് സത്വഗുണത്തിന്റെ അവസ്ഥ. പിന്നെ ഇനി രജോ ഗുണം എങ്ങനെയാണ് ബന്ധിക്കുന്നത്? രജ കർമ്മണി, കാമ്യകർമ്മങ്ങളെ കൊണ്ട് ഇപ്പൊ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോ അവര് വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയാ. അവരുടെ ചർച്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോ 1 കോടി രൂപ കൊടുത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിയ കാര്യം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ പുതിയ ബിസിനസ് തുടങ്ങിയ കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിന് എന്തെങ്കിലും സംഭാവന കൊടുത്ത കാര്യം. പലരും പറയുന്നവരുണ്ട് മാനവ സേവ മാധവ സേവ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പൊ മനുഷ്യരെ സേവിച്ചാൽ മതി, അത് ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് ഈ അതിനു വേണ്ടിയിട്ട് വലിയ ഹോസ്പിറ്റലുകളൊക്കെ തുടങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് പേപ്പറിൽ അവരുടെ ഫോട്ടോ വരണം, ആർട്ടിക്കിൾ വരണം. അപ്പൊ അതൊക്കെയാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള ഈ കാമ്യകർമ്മങ്ങൾ കൊണ്ട് അവരെ ഈ ഭൗതിക ലോകത്തില് ബന്ധിച്ചിടും. പിന്നെ ഇനി തമസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തമഹത്വ പ്രമാദ സഞ്ചയതി. അവരെ പ്രമാദം കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ തളച്ചിടും. എങ്ങനെയാണ് ഒരു പ്രമാദം വരുന്നത്? കാരണം തമസിലുള്ളവര് ഈ ഡ്രഗ് അഡിക്ട്സ് ആയിരിക്കും മിക്കവാറും. പ്രഭുവാര അമേരിക്കയിൽ പോയ സമയത്ത് എല്ലാവരും ഈ ചരസും കഞ്ചാവും കഴിച്ചങ്ങനെ മയങ്ങി കിടക്കുന്നവരായിരുന്നു. പ്രഭുവാര ക്ലാസ്സിലിരിക്കുമ്പോഴും അത് അവര് ചരസൊക്കെ കഴിച്ചിട്ടാണ് അവരിങ്ങനെ ഇരുന്നിരുന്നത്. കാരണം അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ മദ്യ ഷോപ്പുകളിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അവര് മറ്റുള്ളവരെയും വിളിച്ചുകൊണ്ടുപോകും. കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് അവർ മറ്റുള്ളവരെയും വിളിച്ചുകൊണ്ടുപോകും. കാരണം അവർ പറയും ഞാൻ ഏതായാലും നരകത്തിലേക്ക് പോകണം, നിങ്ങളും എന്റെ കൂടെ വാ എന്ന് പറഞ്ഞവരെയും വിളിച്ചുകൊണ്ടുപോകും. അപ്പോ ഈ തമോ ഗുണത്തിലുള്ളവരാഞ്ചന എപ്പോഴും ഈ പ്രമാദത്തിന് അടിമപ്പെട്ടിരിക്കും. അപ്പോ ഈ 3 ഗുണങ്ങളും നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിച്ചിടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സത്വം സുഖേ സഞ്ചയതി, രജ കർമ്മണി സഞ്ചയതി, തമഹത്വ പ്രമാദേ സഞ്ചയതി. ഈ 3 ഗുണങ്ങളും നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ തളച്ചിടും. അപ്പോ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വഴി? നമ്മള് പരോപകാരം യഥാർത്ഥത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്ന പോലെ ചെയ്യണം. ചൈതന്യ മഹാപ്രഭു എന്താണ് പരോപകാരം ചെയ്തിരുന്നത്? എല്ലാവരെയും ഭക്തരാക്കി മാറ്റാണ് ചെയ്തിരുന്നത്. ഭാരതഭൂമിത്തെ ഹൈല മനുഷ്യ ജന്മ യഥാ ജന്മ സാർത്ഥകരി കര പര ഉപകാരം. എന്താണ് ഈ പരോപകാരം? നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുക, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ വൈദിക ഗ്രന്ഥങ്ങളിലുള്ള ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതാണ് ഈ ശരിക്കുള്ള പരോപകാരം. അല്ലാതെ ഒരു 10 രൂപയോ അല്ലെങ്കിൽ 10 കോടി രൂപയോ ഒരാൾക്ക് കൊടുത്തുകൊണ്ട് അയാൾ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. കാരണം ആ പൈസ തീർന്നു കഴിയുമ്പോൾ വീണ്ടും അയാൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോ ഇതാണ് ഈ 3 ഗുണങ്ങളുടെയും സ്വഭാവം. ഈ 3 ഗുണങ്ങളും നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ബന്ധിച്ചിടും എന്നുള്ളതാണ് പറയുന്നത്. ശ്ലോകം 10. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത, രജസത്വം തമശ്ചൈവ തമസ്സത്വം രജസ്തദാ. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത, രജസത്വം തമശ്ചൈവ തമസ്സത്വം രജസ്തദാ. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത, രജസത്വം തമശ്ചൈവ തമസ്സത്വം രജസ്തദാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 10. രജസ്തമച്ഛാഭിഭൂത ഭൂയാ സത്വം ഭവതി ഭാരത, രജസത്വം
തമച്ചൈവ തമസത്വം രജസ്തദ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമസൈവ തമസത്വം രജസ്തദാ. ഹരേ ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമച്ചൈവ തമസത്വം രജസ്തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജം തത്വം തമച്ചൈവ തമം സത്വം രജസ്തദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമച്ചൈവ തമസത്വം രജസ്തദാ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമൈചൈവ തമസത്വം രജസ്തദാ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമൈചൈവ തമസത്വം രജസ്തദാ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. രജസ്തം ചാധിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമഞ്ചൈവ തമവ സത്വം രജസ്തദാ. ഹരേ കൃഷ്ണ. ശ്രീപ്രഭാരിവർത്തനം ഭാവാർത്ഥം. ഭാരത, അല്ലയോ ഭാരത, സത്വം ചിലപ്പോൾ സത്വഗുണം, രജഹ രജോ ഗുണത്തെയും, തമഹ ച തമോ ഗുണത്തെയും അഭിഭൂയ ഭവതി തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും. രജഹ ചിലപ്പോൾ രജോ ഗുണം സത്വം സത്വഗുണത്തെയും, തമഹ ഏവച്ച തമോ ഗുണത്തെയും അഭിഭൂയ ഭവതി കീഴടക്കുന്നു. തഥാ അപ്രകാരം തമഹ തമോ ഗുണം രജഹ രജസ്സിനെയും സത്വം സത്വഗുണത്തെയും അഭിഭൂയ ഭവതി അതിക്രമിച്ച് പ്രബലമാകുന്നു. അല്ലയോ ഭാരത, ചിലപ്പോൾ സത്വഗുണം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും. ചിലപ്പോൾ രജോ ഗുണം സത്വഗുണത്തെയും തമോ ഗുണത്തെയും കീഴടക്കുന്നു. അപ്രകാരം തമോ ഗുണം രജസ്സിനെയും സത്വഗുണത്തെയും അതിക്രമിച്ച് പ്രബലമാകുന്നു. അപ്പോ ഈ മൂന്ന് ഗുണങ്ങളും തമ്മില് ഈ എപ്പോഴും ഈ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു മത്സരം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോ രജോ ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സത്വഗുണവും തമോ ഗുണവും പരാജയപ്പെടും. ഇപ്പൊ തമോ ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ രജോ ഗുണത്തിനും അതുപോലെ തന്നെ സത്വഗുണത്തിനുമാണ് തോൽവി. കൂടുതൽ പേർക്കും അങ്ങനെ തന്നെയാണ്. സത്വഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ രജോ ഗുണവും തമോ ഗുണവും പരാജയപ്പെടുകയും ചെയ്യും. അപ്പോ പ്രഭുവാര് പറയുന്നത് ഭാവാർത്ഥത്തില് ഈ മത്സരം എല്ലാ കാലത്തും തുടർന്നു വരികയാണ്. ഒരു ഗുണം മറ്റൊരു ഗുണത്തിനെ വെച്ചേക്ക് താഴ്ത്തിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയുന്നത്, ഈ പൊട്ടക്കിണറ്റിലൊക്കെ ഈ ഞണ്ടുണ്ടെങ്കിൽ ഈ ഞണ്ടിങ്ങനെ മുകളിലേക്ക് കയറാനായിട്ട് നോക്കുമ്പോൾ വേറൊരു ഞണ്ട് അതിന്റെ കാലിൽ പിടിച്ച് വലിക്കും അത്ര. അപ്പൊ ഈ കയറിക്കൊണ്ടിരിക്കുന്ന ഞണ്ട് താഴത്തേക്ക് വീഴും. ഇതിനോട്ട് കയറാനും പറ്റില്ല. അപ്പൊ അതുപോലെയാണ് ഈ ഗുണങ്ങള് വേറൊരു ഗുണത്തിനെ ഇങ്ങനെ അതിക്രമിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വ്യക്തി, അതായത് ആധ്യാത്മികമായിട്ട് പുരോഗതി നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിക്കണം. അപ്പോ ഈ മൂന്ന് ഗുണങ്ങളും എല്ലാ മനുഷ്യരിലും തന്നെ ഉണ്ട് ഒരളവ് വരെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് വായിച്ചിരുന്നു. ഈ മൂന്ന് ഗുണങ്ങളും ഒരേപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ബാലൻസ് ചെയ്ത് പോകും. പക്ഷെ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. എപ്പോഴും ഒരു ഗുണം മറ്റൊന്നിനെ കീഴടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് എങ്ങനെയാണ്? നമ്മളുടെ പൂർവ്വജന്മകൃതം കർമ്മം, മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ആ കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് ഒരു പുതിയ ശരീരം ഭഗവാൻ തരുന്നത്. അപ്പോ
അങ്ങനെ ആ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മക്കനുസരിച്ചിട്ടാണ് ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ജന്മത്തിൽ നമ്മളുടെ ഈ ഗുണങ്ങളുടെ ഇറക്കവും അതുപോലെ തന്നെ താഴ്ചയും അതാണ്. അതുപോലെ തന്നെ സമയത്തിന്റെ ഇപ്പൊ രാവിലത്തെ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സത്വഗുണം കുറച്ച് മുന്തി നിൽക്കും. പിന്നെ മധ്യാഹ്നാണെന്നുണ്ടെങ്കിൽ രജോ ഗുണം ആയിരിക്കും കിടക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മിക്കവരും എല്ലാവരും തമോ ഗുണത്തിലാവും. ഈ നമ്മുടെ നാട്ടിലൊക്കെ കാണാം, ഈ പണിക്ക് പോകുന്നവര്, ഈ കൂലിപ്പണിക്കൊക്കെ പോകുന്നവര് രാവിലെ പോകുമ്പോൾ കുറിയൊക്കെ തൊട്ട് കുളിച്ച് നല്ല സ്റ്റൈലായിട്ട് പോകും. പക്ഷെ വൈകുന്നേരം വരുമ്പോഴത്തേക്കും കയ്യിലൊരു ബോട്ടിലൊക്കെ പിടിച്ചിട്ടാവും അവർ തിരിച്ചു വരുന്നത്. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവരുടെ ഗുണം മാറിക്കഴിഞ്ഞു. അപ്പോ ഈ 3 ഗുണങ്ങളും മനുഷ്യനെ വലിച്ചു താഴ്ത്തിക്കിടുന്നുണ്ട്. ആധ്യാത്മിക പുരോഗതിയെ മുന്നേറാനായിട്ട് മനുഷ്യന് അവസരം കിട്ടുന്നില്ല ഈ ഗുണങ്ങൾ കാരണം. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ഗുണാതീതോപവാർജിത, നീ ഈ 3 ഗുണങ്ങളിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഈ 3 ഗുണങ്ങളിൽ നിന്നും പുറത്തു കിടന്നാൽ പിന്നെ എവിടെ പോകും? അപ്പൊ അതിനാണ് ശുദ്ധസത്വം അല്ലെങ്കിൽ വിശുദ്ധ സത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ വിശുദ്ധ സത്വം ശുദ്ധസത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ വേറെ യാതൊരു ചിന്തകളും ഇല്ല. ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിന്റെ 4-ാം സ്കന്ധത്തില് മഹാദേവൻ സതീദേവിയോട് പറയുന്നുണ്ട്. കാരണം ഈ ദക്ഷയാഗത്തിന്റെ പേരില് എന്തൊക്കെ പുലിവാലുകളാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ആകെ ബഹളവും ശാപവും ഒക്കെ ആയിട്ട്. പക്ഷെ മഹാദേവൻ ഇതിലൊന്നും തന്നെ ഇടപെടാതെ വളരെ ശാന്തനായിട്ട് അങ്ങനെ ധ്യാന നിമഗ്നനായിട്ട് ഇരിക്കുകയാണ്. സതീദേവിക്ക് വാണിങ്ങും കൊടുത്തു, നീ അങ്ങോട്ട് പോകാതിരിക്കുകയാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തു. പക്ഷെ സതീദേവി അത് കേൾക്കാതെ, എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊരു നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ ഞാൻ പോയില്ലെങ്കിൽ എങ്ങനെയാണ്, എനിക്ക് എൻ്റെ സഹോദരിമാരൊക്കെ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് എന്നും പറഞ്ഞു. ഞാൻ പോയിട്ട് വരാനും പറഞ്ഞ അനുവാദവും കൊടുത്ത് അങ്ങനെ പോവുകയും ചെയ്തു. അതാകെ പ്രശ്നമായി. അപ്പൊ അങ്ങനെ പിന്നെ പരസ്പരം ശാപവാക്കുകളും ഒക്കെ അങ്ങനെ അത് ഒരു നല്ല രീതിയിലല്ല അത് അവസാനിച്ചത് ദക്ഷയാഗം. അപ്പോ സതീദേവി മഹാദേവനോട് ചോദിക്കുമ്പോൾ മഹാദേവൻ പറയുന്നുണ്ട്, ഇത് തന്നെ പറയുന്നുണ്ട്, സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യതീയതേ തത്ര പുമാനപാവൃതഃ സത്വേച്ച തസ്മിൻ ഭഗവാൻ വാസുദേവോ യഥോക്ഷജോ മേ നമസാ വിധീയതേ. ഞാൻ സദാസമയവും ഭഗവാൻ വാസുദേവന് സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഭഗവാൻ വാസുദേവൻ തന്നെയാണ് ആ പരമദിവ്യോത്തമ കൃഷ്ണനായിട്ടുള്ള ശ്രീകൃഷ്ണൻ. അപാവൃത, അദ്ദേഹം യാതൊരു ആവരണവും ഇല്ലാതെ തൻ്റെ ഭക്തന്മാർക്ക് അങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ അപാവൃത, യാതൊരു മറയും ഇല്ലാതെ ആ ഭഗവാൻ നമുക്ക് മുമ്പിൽ വെളിപ്പെടുമ്പോഴാണ് അതിനെ പരിശുദ്ധമായിട്ടുള്ള കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കാർക്കും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാവില്ല ഈ മഹാദേവൻ ഉണ്ടായ പോലെ. അപ്പോ നമുക്കും ഈ മഹാദേവനെ പോലെ അങ്ങനെ താല്പര്യം നമ്മൾ നേടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും പരിശീലനം കൊണ്ട് ആ സത്വഗുണം വളർത്തിയെടുത്തിട്ട് പിന്നീട് രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും എല്ലാം തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് നമുക്കും ആ വിശുദ്ധ സത്വം എന്നുള്ള ആ ഒരു തലത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ആ സത്വഗുണത്തിനേക്കാൾ ഉപരിയാണ് ശുദ്ധ സത്വം അല്ലെങ്കിൽ അവിശുദ്ധ സത്വം എന്ന് പറയുന്ന ആ അവസ്ഥ. അത് ആ ഒരവസ്ഥ എന്ന് പറയുന്നത് ആ ഭൗതികമായിട്ടുള്ള യോഗ്യതകൾക്ക് അതീന്ദ്രിയമായിട്ടുള്ള തലമാണത്. അപ്പൊ ഈ ശുദ്ധസത്വം ഭഗവാന്റെ ആ ആന്തരിക ശക്തിയുടെ നേരിട്ടുള്ള ആ പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും തന്നെ ആ ഭൗതിക അവബോധത്തിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലയ്ക്കും. പക്ഷെ അതിന് ഒരുപാട് സമയമെടുക്കും. ചുരുങ്ങിയത് നമ്മൾ സത്വഗുണത്തിലേക്ക് എത്തണം.
ഗുണാതീതോ ഭവ അർജുന എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. നീ ഈ 3 ഗുണങ്ങളെയും മറികടക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിന് എന്ത് വേണം? നമ്മൾ നിരന്തരമായിട്ട് ഭഗവാന്റെ ഭക്തന്മാരും പ്രവാതിൽ ഉദാഹരണം പറയുന്നത്, ഇപ്പൊ ഒരു ഇരുമ്പ് ദണ്ട് അത് തീയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചൂടാകും, പിന്നെ അത് പഴുക്കും. അത് പഴുത്ത് അത് അഗ്നിയെ പോലെ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇരുമ്പ് ദണ്ട് അഗ്നിയെ പോലെ തന്നെ ഇരിക്കും. പക്ഷെ അത് ആ അഗ്നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ഇരുമ്പ് ദണ്ടായിട്ട് മാറും. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിട്ട് ഭക്തന്മാരുമായിട്ടുള്ള സമ്പർക്കത്തിലിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ കോപ്പർ വയർ, ചെമ്പില് ഇപ്പൊ വൈദ്യുതി കടത്തി വിടുമ്പോൾ അതിന്റെ ആ ചെമ്പ് എന്നുള്ള നിലയിലുള്ള അതിന്റെ പ്രവർത്തനം നിലയ്ക്കും. പിന്നെ അത് വൈദ്യുതി എന്ന നിലയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അതേസമയം ആ ലൈൻ വിച്ഛേദിച്ചു കഴിഞ്ഞാലോ വീണ്ടും അത് ചെമ്പായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിട്ട് ഭക്തന്മാരുമായിട്ടുള്ള ആ സമ്പർക്കത്തിലിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്താനായിട്ട് സാധിക്കും. കാരണം നമ്മളെല്ലാവരും തന്നെ മഹാദേവന്റെ ആ ഒരു നിലയിലേക്ക് എത്താത്തത് കൊണ്ട് നമുക്ക് ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോ ഭഗവാന് വേണ്ടി കലർപ്പില്ലാത്ത ഭക്തിയുത സേവനം, അതിൽ ഏർപ്പെടുന്ന വ്യക്തികള് ഉടനെ തന്നെ ആ പരിശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനെയാണ് ബ്രഹ്മപദം എന്ന് പറയുന്നത്. മുന്നോട്ട് പോകുമ്പോൾ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. മാംസയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീതേ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്ന് പറയുന്നുണ്ട്. അപ്പോ എനിക്ക് അവ്യഭിചാരിണി ഭക്തി, കലർപ്പില്ലാത്ത ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി സഗുണ, അവർക്ക് 3 ഗുണങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ശ്ലോകം 11 സത്വഗുണത്തിന്റെ പ്രഭാവത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം സത്വമിത്യുതാ. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം സത്വമിത്യുതാ. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം സത്വമിത്യുതാ. ഹരേ കൃഷ്ണ. സർവധാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം സത്വമിത്യുതാ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. സർവധാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുതാ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവദ്വാരേഷു ദേഹേ അസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവർദ്ധം സത്വമിത്യുതാ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യത് വിവർദ്ധം സത്വമിത്യുതാ. ഹരേ കൃഷ്ണ. ശ്ലോകം 11. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം തത്വമിത്യുതാ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സർവധാരേഷു ദേഹേ അസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവർത്തം സത്വമിത്യുതാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം സത്വമിത്യുതാ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാരിവർത്തം വാർത്തം അസ്മിൻ ദേഹേ, ഈ ശരീരത്തിന്റെ സർവദ്വാരേഷു എല്ലാ ദ്വാരങ്ങളും യഥാ എപ്പോൾ ജ്ഞാനത്താൽ പ്രകാശ ഉപജായതേ പ്രകാശിതമാകുന്നുവോ
തഥാ അപ്പോൾ തന്നെ സത്വഗുണം വിവൃതം വർദ്ധിച്ചെന്ന് ഇതി വിദ്യാ അറിയാൻ സാധിക്കും. ഈ ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളും എപ്പോൾ ജ്ഞാനത്താൽ പ്രകാശിതമാകുന്നുവോ അപ്പോൾ തന്നെ സത്വഗുണം വർദ്ധിച്ചെന്ന് അറിയാൻ സാധിക്കും. സത്വഗുണത്തിന്റെ അവസ്ഥയെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇപ്പോ സർവദ്വാരേഷു എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഈ ശരീരസ്ഥനായിട്ടുള്ള ആത്മാവ് വസിക്കുന്ന ഈ ദേഹത്തില് 9 ദ്വാരങ്ങളുണ്ട്. നവദ്വാരേ പുരേ ദേഹി. അപ്പോ 9 ദ്വാരങ്ങളുള്ള ഈ ശരീരത്തിലാണ് ഞാൻ അല്ലെങ്കിൽ ആത്മാവ് വസിക്കുന്നത്. 2 കണ്ണ്, 2 ചെവി, 2 നാസാദ്വാരങ്ങള്, പിന്നെ വായ, ജനനേന്ദ്രിയം, ഗുദം, അങ്ങനെ 9 ദ്വാരങ്ങളുണ്ട് ഈ ശരീരത്തിന്. ആ ദേഹേ അസ്മിൻ. അപ്പൊ ഈ ശരീരത്തിലുള്ള എല്ലാ ദ്വാരങ്ങളും പ്രകാശ ഉപജായതേ പ്രകാശിതമാകുമോ? എങ്ങനെയാണ് പ്രകാശിതമാകുന്നത്? ജ്ഞാനം ആവൃത്യ, ജ്ഞാനം കൊണ്ട് അത് പ്രകാശപൂർണമാകുമ്പോൾ. അപ്പോ എങ്ങനെയാണ് ജ്ഞാനം കൊണ്ട് പ്രകാശപൂർണമാകുന്നത്? എന്താണ് ആ ജ്ഞാനം? ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം. ഒരുപാട് തരത്തിലുള്ള അറിവുകളുണ്ട്. അത് പലരും അത് ആ അറിവിനെ മിസ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ആ പ്രശ്നം. അപ്പോ നമുക്ക് പലതരത്തിലുള്ള ഇന്ദ്രിയങ്ങളുണ്ട്. നമ്മൾ പഠിച്ചു അല്ലെ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങള് എല്ലാം ഉണ്ട്. അപ്പോ സംസാരിക്കാനുള്ള കഴിവ്, പിന്നെ നമ്മള് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ വേണ്ടി കൈ ഉപയോഗിക്കും, പിന്നെ കാല് നടക്കാൻ വേണ്ടി, പിന്നെ ജനനേന്ദ്രിയം, ഗുദം, അങ്ങനെ നമുക്ക് ഓരോരോ അവയവങ്ങൾ തന്നിട്ടുണ്ട് ഓരോരോ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും തന്നിട്ടുണ്ട്. കണ്ണുകൾ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ ചെവി കേൾക്കാൻ വേണ്ടിയിട്ട്, മൂക്ക് ഗന്ധം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നാക്ക് രുചി ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, ത്വക്ക് സ്പർശം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും തന്നിട്ടുണ്ട്. അപ്പോ ഈ എപ്പോഴാണ് ഈ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനം കൊണ്ട് പ്രകാശിതമാകുന്നത്? എങ്ങനെയാണ് ജ്ഞാനം കൊണ്ട് പ്രകാശിതമാകുക? നമ്മൾ കൂടുതൽ ഭഗവാനെ പറ്റി കേൾക്കുക, ഭഗവാന് സേവനം ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും തന്നെ ആ ഭഗവാന്റെ സേവനത്തിൽ സമർപ്പിക്കുമ്പോൾ ആണ് നമ്മളുടെ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനം കൊണ്ട് ആവൃതമാകുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ 9-ാം സ്കന്ധത്തിൽ അംബരീഷ് മഹാരാജാവിന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം തന്റെ കണ്ണുകള്, നമ്മളൊക്കെ നല്ല നല്ല എന്തെങ്കിലും വസ്തുക്കൾ കാണാൻ വേണ്ടിയിട്ട് കണ്ണിന് ഉപയോഗിക്കുക. പക്ഷെ അംബരീഷ് മഹാരാജാവ് കണ്ണുകൾ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? കുന്തലിംഗാലയ ദർശനേദൃശവും ഭഗവാന്റെ ആ വിഗ്രഹത്തിന്റെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കണ്ണുകൾ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ചെവി, നമ്മൾ നല്ല സിനിമാ പാട്ടുകൾക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചെവി ഉപയോഗിക്കും. പക്ഷേ അംബരീഷ് മഹാരാജാവ് എന്തിനു വേണ്ടിയിട്ടാണ് ചെവി ഉപയോഗിച്ചത്? ശ്രുതിം ചകാരാച്യുത സത്കഥോദയ, ഭഗവാനെ കുറിച്ചിട്ടുള്ള ലീലകള് ശ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അംബരീഷ് മഹാരാജാവ് തന്റെ ചെവി ഉപയോഗിച്ചിരുന്നത്. പിന്നെ മൂക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്? ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ, ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ സമർപ്പിച്ച തുളസി ദളങ്ങൾ അത് മണപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്റെ മൂക്കിനെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ നാക്ക് ശ്രീമത് തുളസ്യ രസനം തദർപ്പിതേ, ആ ഭഗവാന് സമർപ്പിച്ച ആ തുളസി ദളങ്ങള് അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം, അതിന്റെ രുചി അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നാക്കിനെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ത്വക്ക് അദ്ദേഹം എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? തത്പ്രത്യഗാത്ര സ്പർശേംഗ സംഗമം, ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള ആ സംഗമം ചേർന്നിട്ട് അവരുടെ ആ ഗാത്രം, അവരുടെ ശരീരത്തിനെ സ്പർശിക്കുക, അവർക്ക് സേവനം ചെയ്യുക, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ത്വക്കിനെ ഉപയോഗിച്ചിരുന്നത്. അപ്പോ വളരെ പ്രധാനമാണ് നമ്മളെ എപ്രകാരമാണ് നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. അദ്ദേഹം സംസാരിക്കുമ്പോഴോ എപ്പോഴും വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനി, ഭഗവാന്റെ ആ ലീലകളെ പറ്റിയിട്ട്
വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്റെ വാക്കുകളെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ കൈ ഉപയോഗിച്ചിരുന്നത് കരോ ഹരേർ മന്ദിര മാർജനാദിഷു, അദ്ദേഹം തന്റെ കൈകൾ കൊണ്ട് ഭഗവാന്റെ ക്ഷേത്രങ്ങള് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. പിന്നെ കാല് പാദോ ഹരേ ക്ഷേത്ര പദാനുസർപ്പണെ, ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്ക്, ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്റെ കാലുകളെ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ തലയും അദ്ദേഹം ശിരോ ഋഷികേശ പദാഭിവന്ദനെ, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്റെ ശിരസിനെ സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പോ ഇങ്ങനെ എല്ലാ തരത്തിലും ഇന്ദ്രിയങ്ങള്, മനസ്സടക്കമുള്ള ഇന്ദ്രിയങ്ങള് സവൈ മന കൃഷ്ണ പാതാരവിന്ദയോ, അദ്ദേഹം തന്നെ മനസ്സിനെ പോലും ആ ഭഗവാന്റെ തൃപ്പാദങ്ങൾ സദാസമയം സമർപ്പിച്ചിരുന്നു. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ഉദാഹരണമാണ് അംബരീഷ് മഹാരാജാവിന്റെ. അപ്പോ അത്തരത്തിലുള്ള ഭക്തരാണ് ശരിക്കും ആ സത്വഗുണം കൊണ്ട് സമ്പന്നരായത്. വാസ്തവത്തിൽ അവരാണ് ഏറ്റവും വലിയ സമ്പന്നർ ഈ ഭൗതിക ലോകത്തില്. ഭഗവാന്റെ ഭക്തന്മാരാണ്. കാരണം എന്താണ്? കാരണം ഭഗവാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ യാതൊന്നും തന്നെ ആവശ്യമില്ല, ബാക്കിയെല്ലാം തനിയെ വന്നോളും. കാരണം ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉടമ. അപ്പോ അങ്ങനെയുള്ളവര് ആ കാര്യങ്ങളെ ശരിയായിട്ടുള്ള നിലയിൽ കാണുക, കേൾക്കുക, അനുഭവിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അവര് ആന്തരികമായിട്ടും അതുപോലെ തന്നെ ബാഹ്യമായിട്ടും അവര് പരിശുദ്ധരായിട്ട് തീരും. അപ്പൊ അതാണ് സത്വഗുണത്തിലിരിക്കുന്നവരുടെ അവസ്ഥ. അടുത്ത 2 ഗുണങ്ങളെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പുരന്ദര ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, ഗുരു മഹാരാജ് की जय. ആർക്കെങ്കിലും ഈ പറഞ്ഞ സത്വഗുണത്തിന്റെ, രജോഗുണത്തിന്റെ, തമോഗുണത്തിന്റെ സ്വഭാവത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നമ്മള് ഏത് ഗുണത്തിലാണ് നമ്മൾ വർത്തിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിർണയിക്കാൻ സാധിക്കും വാസ്തവത്തില്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പറയൂ. പ്രഭു, സത്വഗുണത്തില് നമ്മൾ സുഖലോലുപരാണ്, അതുകൊണ്ട് ഭഗവാനെ നമുക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റും, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു പ്രഭു അതിനിടയിൽ. അത് അങ്ങനെ അതൊന്ന് ഇച്ചിരൂടെ ഒന്ന് വിസ്തരിച്ച് പറയാമോ? അതൊരു ഉദാഹരണം. അതായത് സത്വഗുണത്തിലിരിക്കുന്നവർക്ക് പൊതുവെ ഭൗതികമായിട്ടുള്ള കഷ്ടതകളൊന്നും തന്നെ ഇല്ല. അപ്പോ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? അവര് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും അവർക്ക് കൂടുതൽ സമയം ഭഗവാനുമായിട്ട് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്. മറ്റുള്ള 2 ഗുണങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിയുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ലതാണ്. പക്ഷെ എന്നിരുന്നാലും പൂർണ്ണമായിട്ടും അവര് ഭഗവാന്റെ മനസ്സിനെ അർപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരവസ്ഥയിൽ എന്ത് പറ്റും? അവരെ വീണ്ടും ഈ ഭൗതിക ലോകത്തില് സത്വഗുണത്തിലുള്ള പ്രവർത്തികള് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അവർക്ക് ഈ ഭൗതിക ലോകത്തില് ജന്മം എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കണം എന്ന് ഭഗവാൻ പറയുന്നത്. മറ്റേ ജയിലിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ ഇപ്പൊ VIP റൂമായാലും ശരി, സാധാരണ റൂമായാലും ശരി, ജയില് തന്നെയല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഈ 3 ഗുണങ്ങളും നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ 3 ഗുണങ്ങൾ കൊണ്ടും നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനം കിട്ടുന്നില്ല. നമ്മൾ അതിൽ നിന്നും, സത്വഗുണത്തിൽ നിന്നും നമ്മൾ ഉയരണം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ഈ ജയിലിന്റെ കാര്യം ഈ ജയപ്രദ ഗുരു മഹാരാജന്റെ ഒരു ബുക്കുണ്ട്, മിൽവാക്കിയിൽ നിന്ന് മായാപൂരിലേക്ക്, അതിനകത്ത് പറയുന്നുണ്ട് ആ കാര്യം. അതെ അതെ. ഹരേ കൃഷ്ണ. അപ്പൊ കുന്തിമാതാവ് ദുഃഖം തരണേന്ന് പ്രാർത്ഥിക്കുന്ന അതായിരിക്കും അല്ലേ? അതെ, അതുകൊണ്ടാണ്. കാരണം ആ സമയത്ത് നമ്മൾ ഭഗവാനെ സ്മരിക്കും ദുഃഖങ്ങൾ വരുമ്പോൾ. ഹരേ കൃഷ്ണ. അതാണ് ഈ ഭൗതിക ലോകത്തിന്റെ അവസ്ഥ. ദുഃഖം വരുമ്പോൾ മാത്രമേ നമ്മൾ ഭഗവാനെ സ്മരിക്കുള്ളൂ. അതാണ് കുന്തിമാതാവ് പറയുന്നത്. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ദുഃഖം ഒരു അനുഗ്രഹമാണ്. ആർക്കെങ്കിലും ഒക്കെ ദുഃഖം വരികയാണെങ്കിൽ രക്ഷപ്പെട്ടു, ഭഗവാന്റെ കൃപ വന്നു എന്ന് വിചാരിക്കല്ലേ പ്രഭു? അതെ അതെ അതെ. കുചേലിന് എന്താ പറ്റിയത്? സുധാമാവിന് എത്ര കഷ്ടപ്പാടുകൾ കൊടുത്തു. വാസ്തവത്തിൽ ഭഗവാന്റെ സുഹൃത്തായിരുന്നില്ലേ, ബാല്യകാല സുഹൃത്ത്. പക്ഷെ എന്നിരുന്നാലും എല്ലാ കഷ്ടപ്പാടുകളും കൊടുത്തു. അവസാനം
ദ്വാരകയിൽ വന്ന സമയത്ത് പോലും ആ കഷ്ടപ്പാടിനെ കുറിച്ച് അദ്ദേഹം ഓർത്തില്ലേ, ഭഗവാനെ കുറിച്ചിട്ടാണ് ഓർത്തത്. തിരിച്ചു പോയപ്പോഴെന്ത് പറ്റി? ഭഗവാൻ എല്ലാ സുഖങ്ങളും കൊടുത്തു. ഭഗവാനെ സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ പുറത്തു കിടക്കാനായിട്ട് സാധിക്കും. കഥാഞ്ജന സ്മൃതേഷ്ട്യ. നമ്മൾ ഭഗവാനെ സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതേസമയം ഭഗവാനെ വിസ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുള്ളൊരു കാര്യം പോലും ബുദ്ധിമുട്ടായിട്ട് തീരും. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഹരേ കൃഷ്ണ. അപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ ദുഃഖമുള്ള ആൾക്കാര് മൈക്ക് തുറന്നാട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ അപ്പൊ കൃഷ്ണ. എല്ലാവർക്കും ദുഃഖമുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരും ഭാഗ്യം ചെയ്ത ആത്മാക്കളാണ്. ഭഗവാന്റെ കൃപ ഉടനെ എല്ലാവർക്കും ഉണ്ടാവും. വരിക, പ്രഭുജിയോട് ആദരപൂർവ്വം നമ്മളൊരു 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ.